നീഞ്ഞു വന്നേ. എടാ, അശ്വിനി ഇന്ന് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വരുന്ന ദിവസമാ. മരിക്കുമെന്ന് വിധി എഴുതിയവൻ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ മടങ്ങി വരുന്നു. എനിക്കറിയാം, അമ്മാവൻ അതിൽ മനപ്രയാസമുണ്ട്. എടാ, ദേഷ്യം ഉണ്ടായിരുന്നു. സത്യമായിട്ടോ അവന്റെ പരാജയത്തിൽ എനിക്ക് സന്തോഷവും ഉണ്ടായിരുന്നു. പക്ഷെ ആ പെൺകുട്ടി ജീവിതത്തിൽ സ്നേഹം എന്താണെന്നും ത്യാഗം എന്താണെന്നും നമ്മെ പഠിപ്പിച്ചു. അവൾക്കവനെ മരണത്തിലേക്ക് വിട്ടുകൊടുത്തിട്ട് ഗുഡ് ബൈ പറഞ്ഞു പോകാമായിരുന്നു. ഈ അമ്മയ്ക്കും പോകാമായിരുന്നു. ഏക മകളുടെ ജീവിതം തകർന്നു കണ്ട ഇവർ നമുക്ക് മുന്നിൽ കാരുണ്യമായി വന്നു നിന്നു. അവിടെ നമ്മളൊക്കെ എത്രയോ നിസ്സാരന്മാർ. അയ്യോ, നമ്മളെന്ന് പണയണ്ട, അമ്മാവനെന്ന് പണഞ്ഞാ മതി. ഞാനൊന്നും ഒരിക്കലും അമ്മാവനെ പോലെ കൊള്ളരുതാത്തവനായിരുന്നിട്ടില്ല, ആകെവില്ല. ഓ, നീ സത്യവാനല്ലേ? ഓ, സത്യവാനല്ല, പി പ്രസന്നൻ. എന്റെ പേരൊന്നും മാറ്റണ്ട. നിങ്ങൾ രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയ കലങ്ങ് വന്നല്ലോ. അത് വിരോധം കൊണ്ടല്ലേ. ഈ നിൽക്കുന്ന പുള്ളിയെ അതിരുമാന്തും, അന്യർക്ക് സ്വന്തക്കാർക്ക് വാപ്പ് വെക്കും, കള്ളു കുടിക്കും, പിന്നെ സ്ത്രീ വിഷയത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു അമ്മാവനെ എവിടെ കിട്ടും? ഇങ്ങനെ ചത്ത കർമ്മം ചെയ്യുന്നത് ഞാനായിരിക്കും. ഓ, എന്റെ ആത്മാവിന് ഗുണം കിട്ടത്തില്ല. അത് തന്നെ എന്റെയും ആഗ്രഹം. അശ്വിനിയാ, ഈ അമ്മാവന് സന്തോഷമായി. നിന്നെ ഈശ്വരൻ കാത്തു. മൂപ്പിലങ്ങനെ പല നമ്പരും പറയും. ചാവുന്നതിന് മുമ്പ് നിന്റെ സ്വത്ത് അപഹരിച്ച് പുട്ടടിക്കാൻ നോക്കിയ പുള്ളിയാ. ജീവിതം തീർന്നു എന്ന് വിധി എഴുതിയവൻ വീണ്ടും വലത് കാല് വെച്ച് ജീവിതത്തിലേക്ക്. എന്റെ രണ്ടാമത്തെ പെണ്ണന്വേഷണം വീണ്ടും രേവതിയിലെത്തിച്ചേർന്നപ്പോ വിധിയെ പഴിച്ച് മടങ്ങിപ്പോകാൻ നിന്ന് എന്നെ തടഞ്ഞ റസാഖ് ഭായ് പറഞ്ഞു, ഇത് പടച്ചോന്റെ തീരുമാനമാണെന്ന്. മനുഷ്യന്റെ അനുഭവങ്ങളാണ് ഈശ്വരൻ. ഇപ്പോ അശ്വിനി ഏറെക്കുറെ പൂർണ്ണ ആരോഗ്യവാനാണ്. കൃത്യമായ മരുന്നുകൾ കഴിക്കണം. 1 മാസം കഴിഞ്ഞ് ഡോക്ടറെ കാണണം. എന്റെ ജോലി നോ, ഉത്തരവാദിത്വം അങ്ങനെയും പറയാനൊക്കില്ല. എന്റെ സേവനം ഇവിടെ അവസാനിക്കുന്നു. എനിക്ക് മടങ്ങണം. 1 മാസത്തേക്ക് ഒരു കരാർ, അതായിരുന്നു. ഇപ്പോൾ ഏകദേശം 5 മാസം കഴിഞ്ഞു. ഈ വരവ് കൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനമുണ്ടായതിൽ സന്തോഷമുണ്ട്. പറയാതെ പോകണമെന്നായിരുന്നു ആഗ്രഹം. ഈ ചേട്ടന്മാരോട് യാത്ര പറയാതെ പോകാൻ മനസ്സ് വന്നില്ല. നിനക്കെങ്ങനെ പോകാനൊക്കൂ? ജീവിതമല്ല, ഹൃദയമാണ് നീ പകർത്തു കൊടുത്തത്. അതുകൊണ്ട് ആരോഗ്യത്തോട് അദ്ദേഹം തിരിച്ചെത്തിയില്ലേ? ഇനി എനിക്കെന്ത് കാര്യം? നിയമപരമായി വിവാഹമോചനം നേടിയവർ കെട്ടിയ താലി തിരികെ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്തില്ലേ? ഒരു താലിയുടെ പേരല്ല കല്യാണമെന്ന്. താലിമാലയ്ക്ക് ജൂവലറിക്കാരൻ നിശ്ചയിക്കുന്ന വിലയേ ഉള്ളൂ. എന്നാൽ വിവാഹമെന്ന സത്യം മരണം വരെ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് സ്ത്രീയും പുരുഷനും ചേർന്നെടുക്കുന്ന ഉടമ്പടിയാണ്. അതിനെയാണ് പുരോഹിതൻ പ്രാർത്ഥന കൊണ്ട് വിശുദ്ധീകരിക്കുന്നത്. അതൊരു താലി പൊട്ടിക്കുന്നിടത്തോ ഏതെങ്കിലും ന്യായാധിപന്റെ വിധിയിലോ നശിക്കില്ല. കാരണം നിയമപുസ്തകത്തിൽ തൊട്ടല്ല, സത്യപുസ്തകത്തിൽ തൊട്ട ജീവിതമെന്ന കരാറിൽ ഏർപ്പെടുന്നത്. പിരിഞ്ഞു പോകും പോലും. എന്തായിരുന്നു നീ ഇവിടം തമ്മിലുള്ള പ്രശ്നം? പെണ്ണ് മോഡേണല്ല, നോൺ വെജ് കഴിക്കില്ല. കഷ്ടം. വീണ്ടും നീ ഇവിടെ കണ്ടുമുട്ടിയപ്പോഴോ വേഷം കൊണ്ടും ശീലം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നിന്നെ അമ്പരപ്പിച്ച് കളഞ്ഞില്ലേ ഇവൾ? എടാ, നീ ഒരു പെണ്ണിനെ അല്ല, കുറെ മുൻവിധികളെയാണ് കല്യാണം കഴിച്ചത്. അന്ന് ദുർവാശി കൊണ്ട് നീ നശിപ്പിച്ച് കളഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു 6 വയസ്സുള്ള ഒരു കുഞ്ഞിവിടെ ഓടിക്കളിച്ചേനെ. ഇവനോട് ഒരു കടപ്പാടും അവശേഷിക്കുന്നില്ലെങ്കിൽ നീ എന്തിനാ നിന്റെ ജീവിതം ഇനി മുറിച്ചു നൽകിയ? ഒരു പുരുഷന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാം, പക്ഷെ അതുപോലെ എളുപ്പമല്ല തിരിച്ചു കയറാൻ. നീ പറഞ്ഞു വിടുവോടാ ഇവളെ? ഇവൾ പോയാൽ പിന്നെ ഞാൻ ജീവനോടുണ്ടാവില്ല. ഇവൾ തന്നതാണ് ഈ ജീവിതം. നിന്നോട് ഞാൻ മാപ്പിരക്കണോ? അതൊരു കടമായി, കരുതലായി,
ജീവിത അവസാനം വരെ കരുതിക്കൂടെ? രണ്ടാമത് കൂട്ടിക്കൊണ്ടുവന്ന രാത്രിയിൽ ഇവളെ കൊല്ലാൻ തീരുമാനിച്ച് വിഷം കരുതി കാത്തിരുന്ന ഞാനാ പ്രതികാരം പ്രാണനിൽ വിലങ്ങി തളർന്നു വീണത്. ജീവിതങ്ങളെ നിയന്ത്രിക്കുന്നതും നിജപ്പെടുത്തുന്നതും ഈശ്വരന. പോകണമെങ്കിൽ പോകാം. തന്ന പ്രാണൻ തിരിച്ചെടുത്തിട്ട് ഇവിടെ ആരും എങ്ങും പോകുന്നില്ല. ഒരു വീട് വീടാകണമെങ്കിൽ അവിടെ മാതാപിതാക്കൾ വേണം, അമ്മാവൻ വേണം. അമ്മാവൻ വേണോ? ഏട്ടന്മാര് വേണം, മക്കളും പേരക്കിടാങ്ങളും മുത്തശ്ശനും മുത്തശ്ശിയും വേണം. എല്ലാറ്റിനുമേ ഒരുമ വേണം. അമ്മ മകൾക്ക് തെളിച്ചു കൊടുത്ത സ്നേഹത്തിന്റെ വിളക്കും പിടിച്ച നീ കതിർമണ്ഡപത്തിലേക്ക് വന്നത്. ആ വിളക്കണയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതെ, അതണയാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അറിയുമ്പോൾ തീരുന്ന ആരോഹണത്തിന് ജീവിതമെന്നാരോ പേരു നൽകി. തമ്മിലറിഞ്ഞാലൊത്തുമിരിഞ്ഞാൽ സ്നേഹശ്രുതികൾ നിറഞ്ഞു